രാവിലെ ഒരു 9:15 കൂടിയാണ് ഏലൂർ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടായത്. എടയാറിലെ CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയിലാണ് തീപിടുത്തം സംഭവിച്ചത്. ഇത് കരിയോയിലും മറ്റുമൊക്കെ റീസൈക്കിൾ ചെയ്ത ശേഷം ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. ആ ഘട്ടത്തിൽ ഏകദേശം 32ഓളം തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായത്. തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ പലരും പുറത്തേക്ക് ഇറങ്ങിയോടി. അതിൽ ഒരാൾ പക്ഷേ പെട്ടുപോയി. ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖ്യ എന്നയാളാണ് ഈ ബന്ധു മരിച്ചിരിക്കുന്നത്. ബോയിലർ പൊട്ടിയതാണ്. ഇവിടെ ആൾക്കാർ പറയുന്നത് മറ്റേ ബോയിലർ ഓഫ് ചെയ്യാൻ വേണ്ടി ഇവൻ ചെന്നാണെന്ന് പറഞ്ഞാൽ പൊട്ടിയപ്പോൾ അപ്പോഴാണ് മറ്റേ പൊട്ടിയപ്പോഴാണ് ഇവനവിടെ വീണെന്നാണ് പറഞ്ഞത്. ഇത്ര നേരം ഞങ്ങൾക്ക് അത് എടുക്കണവരെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടായില്ല എന്നെ താഴെന്ന്. ഇതാണ് സംഭവിച്ചത്. എങ്ങനെ കത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു ആളി കത്തിയിരുന്നു. ഓയിലല്ലേ, ഓയിലിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ കത്തുള്ളൂ, കെടൂല. ബോയിലർ ഓഫ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്നതാണ്. ആ ഘട്ടത്തിലാണ് തീപിടുത്തത്തിൽ പെട്ടുപോയത്. തുടർന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഫയർ വലിയ തോതിൽ തന്നെ ഇവിടെ ആളിപ്പെട്ടിരുന്ന അവസ്ഥയുണ്ടായത്. ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെ പരിശോധിക്കും എന്നതാണ് ഫയർഫോഴ്സ് വിഭാഗങ്ങൾ വ്യക്തമാക്കുന്നത്. സുരക്ഷാ എക്യുപ്മെന്റുകൾ ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഫയർ ഓഫീസർ അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഇവിടെ മുൻപും ഈ ഏലൂർ വ്യവസായ മേഖലയിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണ അല്ലെങ്കിൽ ഫയർഫോഴ്സ് വിഭാഗത്തിൻ്റെ അടക്കം മുന്നിലുണ്ട്. വലിയ ഞെട്ടലാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായത്. കാരണം അത്തരത്തിൽ രാവിലെ ജോലി തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ തീപിടുത്തം വലിയ തോതിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകുമെന്നതാണ് ഫയർഫോഴ്സ് വിഭാഗങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.